ഇതാട്ടോ കഥകളിയുടെ കിരീടം. ഇത് മാത്രമല്ല ഇവിടെ കഥകളിക്കാർ ഉപയോഗിക്കുന്ന ഒരുപാട് ഓർണമെന്റ്സുകളുണ്ട്. ഓട്ടംതുള്ളലിന്റെ കിരീടമാണ് ഞാൻ ഇപ്പോൾ തലയിൽ വെച്ചിട്ടുള്ളത്. പരശുരാമന്റെ മഴുവാണിത്. ഇത് ബലരാമന്റെ കലപ്പയും. കൂടിയാട്ടത്തിന്റെ ഒരു കോപ്പാണ്, കടിസൂത്രം എന്നാണ് ഇത് പറയുന്നത്. ഇതിങ്ങനെ അരയിൽ കെട്ടുന്ന ഒരു കോപ്പാണ്. അപ്പോൾ ഇവിടെയാണ് കഴുത്തിന്റെ ഭാഗം വരുന്നത് അല്ലേ? അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കമ്മൽ, ഇത് പുരുഷന്മാരുടെ ആ ഒരു കമ്മലാണ്. മരത്തിലുണ്ടാക്കിയ ഒരു വളയാണിത്, കഥകളിക്കാർ ഉപയോഗിക്കുന്ന വള. നല്ല ഗംഭീരമായിട്ടുള്ള വളയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കൂടിയാട്ടത്തിൻ്റെ കിരീടം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റ് ഉണ്ട്. ഇത് കൂടിയാട്ടത്തിൻ്റെയാണ്, ഇത് കഥകളിയുടെ കേശഭാരമാണ്. ഇത് കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തിന് ഉപയോഗിക്കുന്ന മുടിയാണ്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു തോട. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന കടകമാണിത്. അപ്പോൾ ഇത് 2 പീസാണ്. ഇത് കണ്ടില്ലേ, ഇത് ഓട്ടംതുള്ളലിൻ്റെ കിരീടമാണ്. ഇതുപോലെ ഒരുപാട് കിരീടങ്ങളും കോപ്പുകൾ, കഥകളിയുടെ കോപ്പുകളെല്ലാം നിർമ്മിക്കുന്നത് കാണാൻ ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ജില്ലയിലെ വെള്ളിനീഴ് വന്നിട്ടുള്ളത്. ഇതേപോലത്തെ കോപ്പൊക്കെ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഭാസ്കരി എന്നാണ് ഈ കേന്ദ്രത്തിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നല്ല കിടിലൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. വീഡിയോയിൽ കിടക്കാം. കഥകളിക്ക് ഉപയോഗിക്കുന്ന കിരീടമാണ് ഈ കാണുന്നത്. കിരീടം മാത്രമല്ല, കഥകളിക്ക് ഉപയോഗിക്കുന്ന കോപ്പുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു നിർമ്മാണശാലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ രതീഷ് ഭാസ്കരൻ ചേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എത്ര വർഷം ഇവിടെ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? 18 വർഷമായി. ഈ കഥകളി കോപ്പുകൾ തന്നെയാണ് നിർമ്മിക്കുന്നത്? കഥകളി കൂടിയാട്ടം എല്ലാ കലകളും ചെയ്യുന്നുണ്ട്. ഇത് എന്തിലാണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് ഈ സാധനങ്ങളൊക്കെ? കുമിഴിലാണ് ചെയ്യുന്നത്. മരം. ഏത് മരമാണ്? കുമിഴ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എത്ര ദിവസം സമയം എടുക്കും? കിരീടത്തിന് ഏകദേശം 1 മാസത്തെ പണി, 28 ദിവസത്തെ പണി വരും. അതായത് ഇതുപോലത്തെ ഒരു കിരീടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 മാസത്തെ സമയം എടുക്കും കേട്ടോ. 1 മാസത്തെ വർക്കിലാണ് ഇങ്ങനെ ഇതുപോലുള്ള കിരീടമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. കഥകളിയുടെ കിരീടത്തിൽ ഇതുപോലെ 2 പീസുകളാണ് വരുന്നത്. അതിൽ 3 പീസ് വരുന്നുണ്ട്. ഇതൊരു പീസ് കിരീടം, ഇത് പ്രഭ വേറെ പീസാണ്. ഇതിന്റെ പേരെന്താ? അതിന് കേശഭാരം എന്ന് പറയും. കേശഭാരം. ശരിക്കും പറഞ്ഞാൽ മറ്റേ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന പോലെ. അപ്പോൾ ഇതാണല്ലേ അഴിഞ്ഞുവിടെ കേശഭാരം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ, നമുക്ക് ഓർമ്മയുണ്ടാവും. ഇതാണ് എൻ്റെ ഒറിജിനൽ അല്ലേ? ഇതാണ് ബാക്ക് വശത്ത് കേശഭാരം. ഇത് കിരീടം നോർമൽ നമുക്ക് ഈ കാണുന്ന കിരീടം. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഇത് ഡെക്കറേഷൻ വർക്കൊക്കെ വരുന്നത് അല്ലേ? അതിനുശേഷം വരുന്നത്. ഓക്കെ. ബാക്കിൽ വരുന്നതാണ് പ്രഭ. ഓ, ഇതാണ് പ്രഭ ഈ സൈഡ് വരുന്നത്. സൈഡിൽ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഈ കിരീടത്തിന്റെ പ്രത്യേകത? ഈ വെള്ള കാണുന്ന മയിൽപ്പീലിയുടെ തണ്ടാണ്. ഇത് ഒരു മുത്തുമാല പറഞ്ഞൊരു മാലയാണ്. അത് ഇത് വണ്ടോടാണ് പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഒരു സീക്വൻസ് കട്ട് ചെയ്തിട്ട് ആ ഷേപ്പിനാക്കി വെക്കുകയാണ്. ചുവപ്പ് കാണുന്നത് കല്ലാണ്. ഈ റെഡ് ഒരു ചകലാസ് പറഞ്ഞ തുണിയാണ്. ഈ ഗോൾഡൻ പേപ്പറാണ്. അതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കഥകളിയുടെ കിരീടം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 3 പാർട്ടാട്ടോ ഈ കഥകളിയുടെ കിരീടം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കാരണം വുഡിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ ഒരു വെയിറ്റൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഈ കഥകളി കലാകാരന്മാരൊക്കെ ഒരുപാട് മണിക്കൂർ കണക്കിന് നമ്മുടെ മുന്നിൽ പരിപാടി അവതരിപ്പിക്കുന്നത്. ഈ കാണുന്നത് ഓട്ടംതുള്ളലിന്റെ കിരീടം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട്, ഇതിന് പെയിന്റിങ്ങും വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഒറ്റ പീസാ? അത് 3 പീസാണ്. ഇതൊരു പീസ്. ഓക്കെ. ഇതിനെന്താ പേര്? അതിന് കിരീടം പറയും. കിരീടം. അതിന്റെ ബാക്ക് പ്രമീം കാര്യങ്ങളൊക്കെ വരണം. ഇങ്ങനത്തെ 3 പീസുകൾ തമ്മിൽ ജോയിന്റ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള കിരീടം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ, ഇത് സ്ക്രൂ ചെയ്യണോ? അത് കെട്ടാണ്. ഓട്ടംതുള്ളലിന്റെ കിരീടമാണ് ഞാൻ ഇപ്പോൾ തലയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടുക, ബാക്കിലേക്ക് കെട്ടും, കെട്ടച്ചൊക്കെ വരും, സെറ്റ് ആവും. ഇത് മാത്രമല്ല ഇവിടെ കഥകളിക്കാർ ഉപയോഗിക്കുന്ന ഒരുപാട് ഓർണമെന്റ്സുകൾ ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിലൊരു കൊരലാരം വരുന്നുണ്ട് കഴുത്തിലേക്ക് വരുന്ന. നമ്മളിതെല്ലാം നൂല് ഉപയോഗിച്ച് കെട്ടി വെക്കുന്ന നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പുരുഷവേഷത്തിന്റെ കൊരലാരാണ് വരുന്നത്. കൊരലാരം എന്ന് പറയുന്നത് നമ്മൾ ദേഹത്ത് ഇടുന്ന ഒരു ആഭരണമാണിത്. ഇത് കഥകളുടെ തോടയാണ്. തോട ചെവിയിൽ വരണം. ഇവിടെ ഇങ്ങനെ വരുന്ന തോടാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഇത് കഥകളിക്കാരൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കഥകളിക്ക് മാത്രമേ ഉള്ളൂ? വേറെ കൂടിയാട്ടത്തിന്റെ വേറെയാണ്. ഇതെന്താ പറയുന്നത്? അതിനെന്താ പറയുന്നത്? ഇതിന് ചെവിപ്പൂ. ചെവിപ്പൂ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതിങ്ങനെ 2 സൈഡായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് എന്താ ഉപയോഗിക്കുന്നത്? സ്ത്രീകൾക്ക് ചെവിപ്പൂ അത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. ഈ തോട ഉണ്ടാവില്ല? തോട ഉണ്ടാവില്ല. ശരി. കാതില എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? കാതില. സ്ത്രീവേഷത്തിന്റെ കാതില കേട്ടോ. ഇതുപോലുള്ള 2 പീസുകളാണ് സ്ത്രീവേഷത്തിന് വരുന്നത്. ഇതെന്താ സംഭവം? അത് വളയാണ്. സ്ത്രീവേഷത്തിനും കഥകളിക്കൊക്കെ എല്ലാം സെയിം വളയാണ്. നമ്മൾ സ്ത്രീകളൊക്കെ കുപ്പിവളയൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കഥകളിക്കാർ ഉപയോഗിക്കുന്നത് ഇതുപോലത്തുള്ള വുഡന്റെ വളകളാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വള സെറ്റാവും. വളയില്ലാതെ പിന്നെ വേറെ ഒരുപാട് ഓർണമെന്റ്സുകൾ ഉണ്ടാവുമല്ലോ. ഇവിടെ കടകം വരും. അത് വളയുടെ താഴെ. ഇതിന്റെ പേരെന്തായിരുന്നു? കടകം. ഇത് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന കടകമാണ് കേട്ടോ. ഇതെല്ലാം കയർ ഉപയോഗിച്ച് കെട്ടുന്നതാണ്. ഇത് 2 പീസാണ്. അത് കയർ ഉപയോഗിച്ച് കെട്ടിയിട്ടാണ്. ഇത് അരയിൽ വരുന്ന കടിസൂത്രം എന്ന് പറയും. ഇത് ഏത് ഇതിന് വരുന്ന? കഥകളിക്ക് വരുന്നത്? കൂടിയാട്ടത്തിൻ്റെയാണ്. അപ്പോൾ കഥകളിക്ക് വരുന്നത് എങ്ങനെയാ? കഥകളിക്ക് പ്ലെയിൻ ആയിട്ടുള്ള വരാം. അതിൻ്റെ അടിയിൽ ഏലസും മണികളായിട്ടും ഇങ്ങനത്തെ ഏലസ് വരും. കടിസൂത്രം എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. ഇതിങ്ങനെ കൂടിയാട്ടക്കാർ അരയിൽ കെട്ടുന്ന ഒരു ഓർണമെൻ്റാണ്.
ഇങ്ങനെയാണ് കൂടിയാട്ടത്തിൻ്റെ കിരീടം വരുന്നത്. അപ്പോൾ അതിലും ഇതുപോലെ 3 പീസുകളാണ്. പ്രഭയുണ്ടാവും, അതുപോലെ കിരീടം ഉണ്ടാവും, പിന്നെ കേശഭാരം ഉണ്ടാവും. ഇത് കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തിന് ഉപയോഗിക്കുന്ന മുടിയാണ്. സ്ത്രീവേഷത്തിന്റെ നങ്ങിയാർകൂത്തിന് ഉപയോഗിക്കുന്ന മുടി. സ്ത്രീകളൊക്കെ തലയിൽ വെക്കുന്ന മുടിയാണ്. ഇത് തലയ്ക്കകത്ത് കയറുന്നില്ലല്ലോ, ഇത് ഇത്രേ ഉള്ളൂ. അത്രേ വരുള്ളൂ. ഇതിൽ കെട്ടുവച്ച പിടിച്ച് കെട്ടും, ബാക്കിയെല്ലാം സെറ്റ് ആവുകയില്ല. അപ്പോൾ അതെല്ലാം ഒരു ബാലൻസിലാണ് കളി. എല്ലാം കയറുപയോഗിച്ച് കെട്ടിയിട്ട് ഒരു ബാലൻസിലാട്ടോ കളി. എനിക്കിത് കറക്റ്റായിട്ട് നമ്മൾ ക്യാപ്പൊക്കെ വെക്കുന്ന പോലെ കൃത്യമായിട്ട് ഇറങ്ങി നിൽക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കയറൊക്കെ വെച്ച് കെട്ടുമ്പോൾ കലാകാരന്മാർക്ക് അത് സെറ്റായിരിക്കും. എല്ലാതും അത്രേ വരുള്ളൂ അത്. അപ്പോൾ ചേട്ടൻ നമ്മൾ ഈ പുറകെ കാണുന്ന ഈ കിരീടമൊക്കെ അത് ചുമരിൽ ഷോക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇവിടെ കഥകളിക്കാർ ഉപയോഗിക്കുന്ന കിരീടം വെച്ച് കെട്ടി കളിക്കുന്നത് മാത്രമല്ല, അതുപോലെ വീടുകളിൽ ഷോയ്ക്ക് വെക്കാനുള്ള സാധനങ്ങളും ഇവിടെ ചേട്ടൻ ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ ഒരു കഥകളിയുടെ കിരീടവും അതുപോലെ ഇതിൻ്റെ കോപ്പുകളുടെയൊക്കെ നിർമ്മാണം എന്ന് പറയുന്നത് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ദിവസം വന്നതിന് നമുക്കിത് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ കഥകളിയുടെ കിരീടമോ കോപ്പുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേട്ടൻ്റെ നമ്പർ നമ്മൾ താഴത്ത് കൊടുക്കാം. കോൺടാക്ട് ചെയ്താൽ മതി, ചേട്ടനത് എത്തിച്ചേരുന്നതായിരിക്കും. കുഞ്ഞിക്കലപ്പ, ഇത് ഏത് ക്യാരക്ടറിനുള്ളതാണ്? ബൽറാമിൻ്റെ കലപ്പ. ശരി കേട്ടോ, ബൽറാമിൻ്റെ കലപ്പ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പരശുരാമന്റെ മഴു. കഥകളിയൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ബലരാമൻ്റെ കലപ്പയും അതുപോലെ പരശുരാമൻ്റെ മഴു, പിന്നെ മാത്രമല്ല ഇവിടെ ഗദയൊക്കെ ഉണ്ട്, ഹനുമാൻ്റെ ഗദ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഥകളിയൊക്കെ കാണുമ്പോൾ ഇനി ശ്രദ്ധിക്കുക. ഇത് രതീഷ് ചേട്ടൻ വർക്ക് തീർത്ത ഒരു പരശുരാമൻ്റെ മഴുവാണ്. ഇതേ കഥകളിയുടെ തോട എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇത് വീട്ടിൽ അലങ്കാരത്തിന് വെക്കുന്ന കഥകളിയുടെ ഹെൽമെറ്റാണ്. ഹെൽമെറ്റ് പറയുമ്പോൾ കിരീടം. അപ്പോൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങളുടെ നിർമ്മാണമാണ് രതീഷ് ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.